ആരോഗ്യവകുപ്പ് ഡയറക്ടറെ നീക്കിയ നടപടിയിൽ സർക്കാരിന് വിജയം. ട്രിബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷിക്ക് നൽകിയ ചുമതല അംഗീകരിച്ചു. ഡോക്ടർ കെ ജെ റീനയുടെ സ്ഥലമാറ്റവും കോടതി ശരിവെച്ചു. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ആജ്ഞ, രണ്ടുപേരും അധികാരമേൽക്കാൻ വേണ്ടി, ചുമതല ഏൽക്കാൻ വേണ്ടി ഒരേ ഓഫീസിൽ ഇരിക്കുന്നതുൾപ്പെടെ നമ്മൾ കണ്ടതാണ്. സർക്കാർ അപ്പോഴും ഉറച്ചു നിൽക്കുകയായിരുന്നു നിലപാടിൽ. ഇപ്പോൾ എന്തായാലും കോടതിയിൽ സർക്കാർ അനുകൂലമായ ഒരു സമീപനമാണ് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, ശബരിമലയിലേക്ക് ഡോക്ടർമാരെ ആവശ്യപ്പെട്ടതിന് നൽകില്ല എന്ന റീന മെയിലയച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് റീനയെ സ്ഥലം മാറ്റ ഉത്തരവ് നൽകുന്ന സാഹചര്യമുണ്ടായത്. അതേസമയം തന്നെ വളരെ വ്യക്തമായി സർക്കാർ പറയുന്നുണ്ട്, 3 വർഷം കൃത്യമായി DHS പോസ്റ്റിൽ ഇരുന്ന ശേഷമാണ് റീനയെ മാറ്റുന്നത്. കാലാവധി തീർന്നു, അവസാനിച്ചു എന്നുള്ള ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഈ DHS പദവിയിൽ നിന്നും റീനയെ മാറ്റുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിപ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അതിന് സർക്കാരിന് വേണ്ട പിന്തുണ നൽകാതെ 15 ദിവസം അവധിക്ക് പോയിരുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കെതിരെ പ്രധാനമായും സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ റീന അതിന് താൻ 2.5 ദിവസത്തെ അവധി മാത്രമാണ് അപേക്ഷിച്ചതെന്ന് മറുപടി നൽകിയിരുന്നു. അതേസമയം തന്നെ നമുക്കറിയാം, ഈ സർക്കാരിന്റെ ഉത്തരവ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അത് താൽക്കാലികമായി സ്റ്റേ ചെയ്യുന്ന ഒരു നടപടിക്രമത്തിലേക്ക് കടന്നിരുന്നു. വിശദമായി പരിശോധിച്ച ശേഷം മാത്രം റീനയെ സ്ഥലം മാറ്റ നടപടി അംഗീകരിച്ചാൽ മതി എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു ട്രൈബ്യൂണൽ ഉണ്ടായിരുന്നത്. ട്രൈബ്യൂണൽ സ്വീകരിച്ചത് എങ്ങനെയെന്നോ ആ ട്രൈബ്യൂണൽ നടപടിക്കെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചതും. അത് ട്രൈബ്യൂണൽ ഉത്തരവ്, അതായത് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തുള്ള നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ട്രൈബ്യൂണൽ പ്രധാനമായും 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ട്രൈബ്യൂണലിന്റെ എതിരെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, അതിലൊന്ന് ട്രൈബ്യൂണൽ ഉത്തരവ് നടപടിക്രമങ്ങൾ പാലിക്കാതെ എന്നുള്ളതായിരുന്നു. മറ്റൊന്ന്, പുതിയ DHS ചാർജ് എടുത്ത ശേഷമാണ് റീന ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുമായി ട്രൈബ്യൂണലിനെ സമീപിച്ചത് തുടങ്ങിയ കാര്യങ്ങളായത് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഡോക്ടർ വി മീനാക്ഷിക്കാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. എറണാകുളം റീജിയണൽ പബ്ലിക് ലബോറട്ടറിയുടെ ചുമതലയാണ് ഇനി KJ റീനയ്ക്കുണ്ടാവുക. അത് നേരത്തെ മുതൽ സർക്കാർ വ്യക്തമായി അറിയിച്ചിരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് റീന കോടതിയെ സമീപിക്കുന്നതും ട്രൈബ്യൂണലിനെ സമീപിക്കുന്നതും. ട്രൈബ്യൂണലാണ് ഇത്തരത്തിൽ ഒരു നടപടിക്രമങ്ങൾ തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുന്ന ഒരു ഉത്തരവിലേക്ക് കടന്നതും. അതേസമയം ഇന്നലെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി പറഞ്ഞിരുന്നത് ഇടക്കാല ഉത്തരവിൽ, അതായത് ട്രിബ്യൂണലിന്റെ ഇടക്കാല ഉത്തരവിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ എന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ട്രിബ്യൂണൽ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ ഒരു സ്റ്റേ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് താൽക്കാലികമായുള്ള സ്റ്റേ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, പുതിയ DHSനെ നിയമിച്ച ശേഷമാണ് റീന പരാതിയുമായി ട്രൈബ്യൂണലിനെ സമീപിച്ചതെന്നും. ഇപ്പോൾ എന്തായാലും ആശ്വാസം സർക്കാരിനാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റീനയുടെ ഇനിയുള്ള നീക്കം എന്താണ്? ഇനിയും മേൽക്കോടതിയെ സമീപിക്കാൻ ഒരു നീക്കം ഉണ്ടാകുമോ? സർക്കാരുമായുള്ള ആ നിലയിലുള്ള നിയമയുദ്ധം തുടരാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും രേണുക, മേൽക്കോടതികളെ സമീപിക്കാം. ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടത്. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രനും ജസ്റ്റിസ് മുരളീകൃഷ്ണയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഹൈക്കോടതിയിലല്ല, സുപ്രീം കോടതിയിലേക്ക് മാത്രമാണെന്നുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിലും ഈ പറയുന്നത് പോലെയുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള സാഹചര്യമാണോ? അതായത് റീനയ്ക്ക് 3 വർഷത്തെ കാലാവധി കഴിഞ്ഞിരിക്കുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, റീനയ്ക്കെതിരെ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു DHS എന്നുള്ള നിലയിൽ പകർച്ചവ്യാധിക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നൽകാതെ, അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചും സർക്കാരിന് സപ്പോർട്ട് നൽകുന്ന പിന്തുണയ്ക്കുന്നതുമായ പ്രവർത്തനം നൽകാതെ 15 ദിവസത്തോളം ലീവ് എടുത്ത് പോയി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് റീനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഫോൾട്ടായിട്ട് സർക്കാർ ചൂണ്ടിക്കാട്ടിയതായിരുന്നു. അതേസമയം അവർ മറുപടി നൽകിയത് 2.5 ദിവസമാണ് താൻ ലീവ് എടുത്തത് എന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരം സാഹചര്യങ്ങളിൽ
നിലനിൽക്കുമ്പോഴും ഈ ഡോക്ടർ വി മീനാക്ഷിക്ക് DHSന്റെ ചാർജ് നൽകുന്നു. എറണാകുളത്തെ പബ്ലിക് ലബോറട്ടറിയുടെ റീജിയണൽ പബ്ലിക് ലബോറട്ടറിയുടെ ചാർജ് റീനയ്ക്ക് നൽകുന്നു. ശബരിമലയിലേക്ക് ഡോക്ടർമാരെ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ, അടിയന്തരമായി ഡോക്ടർമാരെ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ അത് ഉടൻ നൽകാനാകില്ല എന്ന് റീന മെയിൽ അയക്കുന്നതിന് തൊട്ടു പിന്നാലെ ഒരു 2 മണിക്കൂറിനുള്ളിലാണ് റീനയുടെ DHS സ്ഥാനം തെറിക്കുന്നതും. അതുമായി ബന്ധപ്പെട്ടത് റീനയെ DHS സ്ഥാനത്തു നിന്നും മാറ്റാനുള്ള നീക്കം ഉണ്ടാകുന്നതും ഒരുപക്ഷെ അത്തരം സർക്കാരിനെതിരെയുള്ള നടപടിക്രമങ്ങൾ ഇതിനകം റീന, അതായത് പുതിയ സർക്കാർ ചുമതലയേറ്റ ശേഷം റീനയുടെ ഭാഗത്തുണ്ടായിരുന്ന നടപടിക്രമങ്ങളൊക്കെ സർക്കാരിനെ എതിർക്കുന്ന തരത്തിലും സർക്കാരിനെ ക്രൈസിസിലാക്കുന്ന തരത്തിലുമായിരുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് PA മുഹമ്മദ് ഷായാണ് കോടതിയിൽ, സർക്കാർ അഭിഭാഷകൻ, ഈ കാര്യമാണ് കോടതിയിൽ റീനയ്ക്കെതിരെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുമ്പോൾ തന്നെ മേൽക്കോടതിയിലേക്ക് പോയാൽ അത് എത്രത്തോളം റീനയ്ക്ക് അനുകൂലമാകും ഇനി എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം രേണുക. ശരി, എന്തായാലും ഇപ്പോൾ സർക്കാരിന് ആശ്വാസമാണ്. പക്ഷേ ഇതിൽ നിയമ നടപടികൾ തുടരും എന്ന സൂചനയാണ് വരുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.